കറണ്ട് അഫയേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്ത് പറയുന്നത്, അവാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിപ്പോവാം കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആര്യ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം സെറ്റ് എക്സാമിൻ്റെ ഡേറ്റിംഗ് അടുക്കാറായി അല്ലേ. അപ്പം നിങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും. നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഏതെന്ന് പറയുന്നത്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള നൊബേൽ പ്രൈസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുകയായിരിക്കും. ചിട്ടയോടുകൂടി തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. നമുക്കറിയാം നമ്മുടെ CCയുടെ 2026 ജനുവരിയിലെ റിസൾട്ടാണ്, സെറ്റ് എക്സാമിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. ഇതിലൊരാളായിട്ട് നിങ്ങൾക്കും മാറണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ചിട്ടയോടുകൂടി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നമുക്കറിയാം ഇനി സമയം അധികം ഇല്ല. അപ്പോൾ നമ്മൾ അധികം വലിച്ചു വാരിയൊക്കെ പഠിക്കാതെ നല്ല രീതിയിലൊക്കെ തന്നെ പഠിച്ചു പോകേണ്ട ഏരിയകളൊക്കെ മനസ്സിലാക്കി, വെയിറ്റേജ് ഒക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഏത്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്, നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത്. അവാർഡ്സ് അല്ലേ, അവാർഡ്സുകൾ മിക്ക കറണ്ട് അഫയേഴ്സിനും, അതായത് കറണ്ട് അഫയേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്ത് പറയുന്നത്, അവാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിപ്പോവാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് നോക്കിക്കേ. ഹു വോൺ ദ 2025 നൊബേൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ? ഏതിലാണ് ചോദിച്ചിരിക്കുന്നത്, ഫിസിയോളജി ഓർ മെഡിസിൻ അല്ലേ, വൈദ്യശാസ്ത്രത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഏകദേശം 6 വിഭാഗങ്ങളിലായിട്ടാണ് ഇത് നൽകുന്നത്, നൊബേൽ പ്രൈസ് നൽകുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിസിയോളജി ഓർ മെഡിസിനിൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ആർക്കാണ്? ഓപ്ഷൻ ബി ആണ് വരിക, മേരി ഇ ബ്രാൻകോ, അതുപോലെ തന്നെ ഫ്രെഡ് റാംസ്റ്റൽ ആൻഡ് ഷിമോൺ സക്കാഗുച്ചി. ഓർത്തിരിക്കുക കേട്ടോ, മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാംസ്റ്റൽ ആൻഡ് ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്കാണ് ഫിസിയോളജി ഓർ മെഡിസിനിൽ എന്ത് ലഭിച്ചത്, നൊബേൽ പ്രൈസ് 2025 ലഭിച്ചത് എന്ന കാര്യം പഠിച്ചു വെച്ചോളുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ദ 2025 നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഏതാണ്? ഫിസിക്സിലെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫിസിക്സ് വാസ് അവാർഡഡ് ഫോർ മേജർ ബ്രേക്ക് ത്രൂ ഇൻ വിച്ച് ഏരിയ? അപ്പോൾ ഏതിലാണ് ചോദിച്ചേക്കുന്നത്, ഫിസിക്സിലാണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്സിൽ ഏത് ഏരിയയ്ക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓർത്തിരിക്കുക, ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത്, മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്സ്. പഠിച്ചു വെച്ചോളുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നൊബേൽ പ്രൈസ് പഠിക്കാൻ നേരത്ത് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കാണ് കിട്ടിയത്, അതായത് എത്ര പേർക്കാണ് കിട്ടിയത്, അത് ആരെല്ലാമാണ്, അതുപോലെ തന്നെ എന്ത് കാര്യത്തിനാണ്, അതായത് ഏത് മേഖലയിലെ പഠനത്തിനാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് എന്ന കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫിസിക്സിന് കിട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന വിഷയത്തിനാണ് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫിസിയോളജി കണ്ടു, അതുപോലെ തന്നെ ഫിസിക്സ്. ഇനി നോക്കിക്കേ, വിച്ച് ട്രയോ ഷെയർഡ് ദ 2025 നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ്? അങ്ങനെയാണെങ്കിൽ ഫിസിക്സിൽ അവാർഡ്സ് കിട്ടിയത്, നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ് എന്നതാണ്. 3 പേർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ 3 പേര് ആരൊക്കെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓർത്തിരിക്കുക, ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് വരുന്നത്, ജോൺ ക്ലർക്ക്, അതുപോലെ തന്നെ മൈക്കിൾ എച്ച് ഡിവോട്ട് ആൻഡ് ജോൺ എം മാർട്ടിനസ്. പഠിച്ചു വെച്ചോളുക കേട്ടല്ലോ. ആരൊക്കെയാണ്? ജോൺ ക്ലർക്ക്, മൈക്കിൾ എച്ച് ഡിവോട്ട് ആൻഡ് ജോൺ എം മാർട്ടിനസ്. അപ്പോൾ നമുക്ക് ഈ ജോൺ, മൈക്കിൾ, ജോൺ എന്നൊക്കെ ഉള്ള പേരുകൾ നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, ആർക്കൊക്കെയാണ്? ജോൺ ക്ലർക്ക്, മൈക്കിൾ എച്ച് ഡിവോട്ട് ആൻഡ് ജോൺ എം മാർട്ടിനസ് എന്നീ 3 പേർക്കാണ് ഏതിന് കിട്ടിയത്? ഫിസിക്സിന് കിട്ടിയത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഫിസിക്സിൽ
ഏത് പഠനത്തിലാണ് അല്ലെങ്കിൽ എന്ത് കണ്ടെത്തലിനാണ് കിട്ടിയത് എന്ന് ചോദിച്ചു. അത് നമ്മൾ കണ്ടു. എന്തിനായിരുന്നു? മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന വിഷയത്തിനാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അതുപോലെ 3 പേർക്കാണ് കിട്ടിയത് ഫിസിക്സിന് എന്ന കാര്യം പഠിച്ചു വെക്കുക. അത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോർട്ട് ആൻഡ് ജോണം മാർട്ടിനസ് എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ 2025 നൊബേൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. ഇവിടെ ഏതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്? കെമിസ്ട്രി വാസ് presented to സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ ആൻഡ് ഒമറം യാഗി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ്. 3 പേർക്ക് കെമിസ്ട്രിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കെമിസ്ട്രിക്കും എത്ര പേർക്കാണ്? 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതാരൊക്കെയാണെന്നൊന്ന് നോക്കിയേ. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ ആൻഡ് ഒമറം യാഗി എന്നിങ്ങനെ 3 പേർക്കാണ് എന്തിനും ലഭിച്ചിരിക്കുന്നത്? കെമിസ്ട്രിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ കെമിസ്ട്രിക്ക് ഏത് വിഭാഗത്തിനാണ് അല്ലെങ്കിൽ എന്ത് കണ്ടെത്തലിനാണ് കിട്ടിയത് എന്ന് കൂടെ നമുക്ക് നോക്കാം. ഓർത്തിരിക്കുക, ഏതിനാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ്. പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഏതിനാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സിനാണ് കെമിസ്ട്രിക്ക് കിട്ടിയത്. അത് ആർക്കൊക്കെയാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ആർക്കൊക്കെയാണ്? സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, അതുപോലെ തന്നെ ഒമറം യാഗി. മറന്നു പോവരുത്, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ കെമിസ്ട്രിക്ക് കിട്ടിയത് എന്ത് കണ്ടെത്തലിനാണ്, അതുപോലെ തന്നെ ഫിസിക്സിന് കിട്ടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. അതുപോലെ ആർക്കൊക്കെ കിട്ടി എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഓപ്ഷൻസ് കണ്ടാലും എന്ത് ചെയ്യാൻ പറ്റണം? മനസ്സിലാക്കി എഴുതാൻ സാധിക്കണം. ഓക്കെ, അടുത്തത് നോക്കാം. ഫ്രം വിച്ച് കൺട്രി ഡസ് ദ ഓതർ ലാസ്ലോ ക്രസ്നഹോർക്കായി വിന്നർ ഓഫ് ദി 2025 നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഹെയിൽ? അപ്പോൾ ഓർത്തിരിക്കുക, ഇത് ഏതിനുള്ള അവാർഡാണ്? ലിറ്ററേച്ചറിനുള്ളതാണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. ഏതിനാണ്? ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് ആണ്. ആർക്കാണ് കിട്ടിയത് എന്ന് നോക്കിയേ. ലാസ്ലോ ക്രസ്നോഹോർക്കായിക്കാണ് കേട്ടോ. ഓർത്തിരിക്കുക, ലാസ്ലോ ക്രസ്നോഹോർക്കായിക്കാണ്. അപ്പൊ പേര് ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. ലിറ്ററേച്ചർ, ലാസ്ലോ അല്ലേ, എൽ വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ലിറ്ററേച്ചർ, ലാസ്ലോ ക്രസ്നോഹോർക്കായി. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ, ലിറ്ററേച്ചർ ലാസ്ലോ ക്രസ്നോഹോർക്കായിക്കാണ് കിട്ടിയത്. അദ്ദേഹം എവിടെയുള്ള ആളാണ്? എവിടെ നോക്കിക്കേ, ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. അദ്ദേഹം ഒരു ഹംഗേറിയൻ ആണ് എന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. ഏത് രാജ്യക്കാരനാണ്? കാരണം ഇവിടെ ഒരാളുള്ളൂ. അപ്പൊ നമ്മൾ അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്നുള്ള രീതിയിലും കൂടെ ഒന്ന് പഠിച്ചു വെച്ചുകൊള്ളുക. ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പൊ നമുക്ക് 6 വിഭാഗങ്ങളിലായിട്ടാണ് നൊബേൽ പ്രൈസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്, അത് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, അത് ഏത് കണ്ടെത്തലിനാണ് അല്ലെങ്കിൽ എന്ത് പഠനത്തിനാണ് നൽകിയിട്ടുള്ളത് എന്ന കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേതാണ് നമ്മൾ പറഞ്ഞു ഫിസിയോളജി ഓർ മെഡിസിൻ അല്ലേ. ഫിസിയോളജി ഓർ മെഡിസിൻ, അതിലെ വിന്നേഴ്സ് ആരൊക്കെയാണ്? വിന്നേഴ്സ് എന്ന് പറയുന്നത് പഠിച്ചു വെച്ചോളുക. മേരി ഇ ബ്രാൻഗോ, അതുപോലെ തന്നെ ഫ്രെഡ് റാംസ്റ്റൽ ആൻഡ് ഷിമോൺ സക്കാഗുചി. ഈ 3 പേരെയും ഓർത്ത് വെച്ചോളുക കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞിരുന്നു. നോക്കിക്കേ, ഫോർ ദർ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറീസ് കൺസേണിങ് പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ്. ഏതാണ് നോക്കിയേ, ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഐഡന്റിഫൈങ് റെഗുലേറ്ററി ടി സെൽ ആൻഡ് ദ FOXP3 ജീൻ. ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട വേർഡ് കാര്യം എന്ന് പറയുന്നത് റെഗുലേറ്ററി ടി സെൽസ് എന്ന കാര്യമാണ് കേട്ടോ. ടി സെൽസ് എന്നുള്ള കാര്യമാണ്. വിച്ച് പ്രിവെന്റ്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഫ്രം മിസ്റ്റേക്കൺലി അറ്റാക്കിംഗ് ദ ബോഡീസ് ഓൺ ഓർഗൻസ്. ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളുക. അപ്പോൾ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനിൽ കിട്ടിയത് ഏത് കാര്യത്തിനാണ് എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ റെഗുലേറ്ററി ടി സെൽസ് എന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചുകൊള്ളുക. അതുപോലെ ആർക്കൊക്കെയാണ് കിട്ടിയത് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. മേരി ഇ ബ്രാൻഗോ, അതുപോലെ തന്നെ ഫ്രെഡ് റാംസ്റ്റൽ ആൻഡ് ഷിമോൺ സെക്കാഗുചി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വിഭാഗം നോക്കാം. അതേതാണ്? ഫിസിക്സ് ആണ് കേട്ടോ. ഏതാണ്? ഫിസിക്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഫിസിക്സിൽ ആർക്കൊക്കെയാണ് കിട്ടിയത്, അതുപോലെ തന്നെ ഏത് കണ്ടെത്തലിനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാലും നോക്കിയേ, വിന്നേഴ്സ് ആരൊക്കെയാണ് ഫിസിക്സിൽ? ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോർട്ട് ആൻഡ് ജോണം മാർട്ടിനസ്. ഓർത്തിരിക്കുക കേട്ടോ. ഈ 3 പേർക്കാണ് ഫിസിക്സിന് കിട്ടിയത് എന്ന് ഓർക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞു അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഫോർ ദ ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. അപ്പൊ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട വേർഡ് ഏതാണ്? ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്
and energy quantization in an electric circuit, laying crucial groundwork for modern quantum computing. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ, ക്വാണ്ടം ടണലിംഗ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് ഓർത്തിരിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഏരിയ ആണ് ഇത് കെമിസ്ട്രി എന്ന് പറയുന്നത്. കെമിസ്ട്രി, അപ്പോൾ കെമിസ്ട്രിയിലെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയേ, അതുകൂടെ പഠിച്ചു വെക്കുക. നമ്മൾ കണ്ടിരുന്നു സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ ആൻഡ് ഒമറം യാഗി എന്നിവരാണ് ഇത് വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഇനി അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്സ്. പഠിച്ചു വെച്ചോളുക. നമ്മൾ പഠിച്ചു വെക്കേണ്ട വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്സ് എന്നതാണ് എന്ന കാര്യം ഓർക്കുക. കസ്റ്റം ഡിസൈൻഡ് porous മെറ്റീരിയൽ യൂട്ടിലൈസ്ഡ് ഫോർ ഹൈലി എഫിഷ്യൻറ്റ് കാർബൺ ക്യാപ്ചർ ആൻഡ് ഗ്യാസ് സ്റ്റോറേജ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, വിന്നേഴ്സ് ആരൊക്കെയാണ്? സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ ആൻഡ് ഒമറം യാഗി എന്നിവരാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ലിറ്ററേച്ചർ. നമ്മൾ ലിറ്ററേച്ചറും പറഞ്ഞിരുന്നു അല്ലേ? ലിറ്ററേച്ചറിൽ ആർക്കാണെന്നാണ് പറഞ്ഞത് വിന്നർ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ലാസ്ലോ ക്രസ്നോ ഹോർക്കായി ആണല്ലേ. എൽ വെച്ചിട്ട് തന്നെ ഓർത്തിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു ഹംഗേറിയൻ ഓതർ ആണ് എന്ന കാര്യം പഠിച്ചു വെക്കുക കേട്ടോ. എവിടെയുള്ള ആളാണ്? ഹംഗറിയാണ്. ഓർത്തിരിക്കുക, ഹംഗേറിയൻ ഓതർ ആണ്, എഴുത്തുകാരനാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു നോക്കിക്കേ. ഫോർ ഹിസ് കമ്പലിംഗ് ആൻഡ് വിഷണറി ഓവ്യൂർ ദാറ്റ് ഇൻ ദ മിഡസ്റ്റ് ഓഫ് അപ്പോക്ലൈസ്ഡ് ടെറർ റീഅഫേംസ് ദ പവർ ഓഫ് ആർട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ഏരിയ പഠിക്കുന്നതിനേക്കാൾ കൂടി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് ഏത് രാജ്യക്കാരനാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളുക. ആളുടെ പേരും ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക കേട്ടോ. ഇതിന് സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ആണ് അദ്ദേഹത്തിന് കിട്ടിയതും എന്ന കാര്യം മറക്കരുത്. ഓക്കെ, അടുത്താണ് പീസ്. മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് അല്ലേ. സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്, അല്ലെങ്കിൽ വിന്നർ ആരാണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇവിടെ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ഈ തവണ ലഭിച്ചത് ആർക്കാണ്? പഠിച്ചു വെച്ചോളുക. വിന്നർ ആരാണ്? മരിയ കോർണിയ മച്ചാഡോ. അവര് വെനസ്വലയിലെ ഓപ്പോസിഷൻ ലീഡറാണ് എന്ന കാര്യം ഒന്ന് ഓർക്കുക കേട്ടോ. പ്രതിപക്ഷ നേതാവാണ്. എവിടത്തെയാണ്? വെനസ്വലയിലെയാണ് എന്ന് ഓർക്കുക. ആളുടെ പേരെന്താണ്? മരിയ കൊറിയ മച്ചാഡോ എന്നതാണ്. അപ്പൊ നമുക്ക് ഓർക്കാം, മരിയയ്ക്ക് കുറച്ച് സമാധാനം എന്ന രീതിയിൽ ഓർത്തു വെക്കാം. അപ്പോൾ ഓർക്കുക, മരിയ കൊറീന മച്ചാഡോ ആണ് കേട്ടോ. ഇനി കോൺട്രിബ്യൂഷൻ നോക്കി. ഫോർ ദ ടയർലെസ് വർക്ക് പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഫോർ ദ പീപ്പിൾ ഓഫ് വെനസ്വല ആൻഡ് ഫോർ ഹെർ സ്ട്രഗിൾ ടു അച്ചീവ് എ ജസ്റ്റ് ആൻഡ് പീസ്ഫുൾ ട്രാൻസിഷൻ ഫ്രം ഡിക്റ്റേറ്റർഷിപ്പ് ടു ഡെമോക്രസി. അപ്പോൾ എന്താണ്? ജനാധിപത്യം പുനഃസ്ഥാപിക്കാനായിട്ട് ആണ് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ആളുടെ പേര് പഠിച്ചു വെക്കുക. മരിയ കൊറീന മച്ചാഡോ ആണെന്ന് ഓർക്കുക. അവരെന്താണ്? ഓപ്പോസിഷൻ ലീഡറാണ്. എവിടത്തെയാണ്? വെനസ്വലയിലെയാണ് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 6 കാറ്റഗറി പറഞ്ഞു. 6 കാറ്റഗറിയിലെ 5 എണ്ണം പറഞ്ഞു. ഇനി നമുക്ക് 6ാമത്തെ കൂടെ നോക്കാം. ഏതാണ് നോക്കിക്കേ? എക്കണോമിക് സയൻസ് ആണ് കേട്ടോ. ഏതാണ്? എക്കണോമിക് സയൻസ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോക്കിക്കേ, ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് പറഞ്ഞത്? ജോയൽ മോക്യർ, അതുപോലെ തന്നെ ഫിലിപ്പ് അഗിയോൺ ആൻഡ് പീറ്റർ ഹോവിറ്റ്. ഓർത്തിരിക്കുക കേട്ടോ. ഈ 3 പേർക്കാണ് എക്കണോമിക് സയൻസിൽ നൊബേൽ പ്രൈസ് കിട്ടിയത് എന്ന് ഓർക്കുക. ആരൊക്കെയാണ്? ജോയൽ മോക്യർ, ഫിലിപ്പ് അഗിയോൺ ആൻഡ് പീറ്റർ ഹോവിറ്റ് എന്നീ 3 പേർക്കാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ കോൺട്രിബ്യൂഷൻ കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫോർ ഹാവിംഗ് എക്സ്പ്ലെയിൻഡ് ഇന്നോവേഷൻ ഡ്രിവൻ എക്കണോമിക് ഗ്രോത്ത്, ഹാഫ് ഓഫ് ദ പ്രൈസ് വെന്റ് ടു മോക്യർ ഫോർ ഐഡന്റിഫൈയിങ് ദ request for sustained growth through technological progresses, and the other half went jointly to Aghion and Hovich for their theory of sustained growth through creative distraction. അപ്പോൾ ഓർത്തിരിക്കുക, സാമ്പത്തിക ശാസ്ത്രത്തിന് കിട്ടിയത് 3 പേർക്കാണെന്ന് ഓർക്കുക. അതാരൊക്കെയാണ് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക. ജോയൽ മോക്യർ, ഫിലിപ്പ് അഗിയോൺ ആൻഡ് പീറ്റർ ഹോവിറ്റ് എന്നിവരാണ് കേട്ടോ. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട 6 കാറ്റഗറിയും അതിൽ വരുന്ന വിന്നേഴ്സിനെയും പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നൊബേൽ പ്രൈസ് പഠിക്കുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് അതിൽ വിന്നേഴ്സ് ആരൊക്കെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അത് ഏത് കോൺട്രിബ്യൂഷനാണ്, അവരുടെ ഏത് കോൺട്രിബ്യൂഷനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത് എന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഏകദേശം ലിറ്ററേച്ചർ അതുപോലെ തന്നെ പീസ് അതിനൊക്കെ ഏതാണ് ഒരാൾക്കാണ് അവാർഡ് കിട്ടിയത് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ
ആ ഒരാൾ ഏത് രാജ്യക്കാരനാണ്, അങ്ങനെയുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. അവരുടെ കോൺട്രിബ്യൂഷൻ പഠിച്ചു വെക്കുക. ഏത് മേഖലയ്ക്കാണ് കിട്ടിയത് എന്ന് ഓർക്കുക. അത് കിട്ടിയ ആളുകളെയും കൂടെ പഠിച്ചു വെക്കുക. അതുപോലെ എത്ര ആളുകൾക്കാണ് കിട്ടിയത് എന്ന കാര്യം കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ഈ നൊബേൽ പ്രൈസ് എന്ന ടോപ്പിക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി അധികം നാളുകളില്ല, നമ്മുടെ എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ സെറ്റിൻ്റെ ഒരു 30 ഡേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണമെന്ന് തോന്നുന്ന ആളുകൾ എത്രയും വേഗം തന്നെ നമ്മുടെ CSEയുടെ സെറ്റിൻ്റെ 30 ഡേ ബാച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിനായിട്ട് നമ്മുടെ ബോർഡിൽ കാണുന്ന നമ്പർ 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. ഇതിൽ മെൻറ്റർഷിപ്പ്, റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, PDF നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്, മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ അതിലും വേഗം തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എത്രയും വേഗം തന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. നമുക്ക് ഇനി അധികം സമയമില്ല, നല്ല രീതിയിൽ തന്നെ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്